തുടർച്ചയായ ഏഴാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയത് ഹയർ സൈഡിൽ നിന്നുള്ള സെല്ലിംഗ് പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 23,275 മുതൽ 23,300 വരെയുള്ള സോൺ ഒരു പ്രധാന ഹെഡിലായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. 21 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചാണ് മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നത്. 22,800 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ ക്രോസ് ചെയ്ത് ഒരു ഡെത്ത് ക്രോസ് ഫോം ചെയ്തതും മാർക്കറ്റിൻ്റെ ലാക്ക് ഓഫ് സ്ട്രെങ്തിനെയും ബിയറിഷ് ടെൻഡൻസിയെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസവും സെല്ലിംഗ് സൈഡിലായിരുന്നു. വ്യാഴാഴ്ച 2,789 കോടിയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,934 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. പ്രധാനമായും ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്ന സ്റ്റോക്കുകളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ദിലീപ് ബിൽഡ്കോൺ, ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്, GVK പവർ, സംവർധന ഇൻ്റർനാഷണൽ, നാരായണ ഹൃദയാലയ തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. യുണൈറ്റഡ് ബ്രീവറീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ 28 കോടി രൂപയുടെ എക്സെപ്ഷണൽ ലോസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 55% ഇടിഞ്ഞ് 84 കോടിയിൽ നിന്ന് 38 കോടിയിലേക്കെത്തി. റവന്യൂ 10% വർദ്ധിച്ച് 1,822 കോടിയിൽ നിന്നും 1,998 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോഡ്ഫ്രൈ ഫിലിപ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. പ്രോഫിറ്റ് 48% വർദ്ധിച്ച് 212 കോടിയിൽ നിന്നും 315 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 27% വർദ്ധിച്ച് 1,249 കോടിയിൽ നിന്നും 1,591 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. KNR കൺസ്ട്രക്ഷൻസിൻ്റെ പ്രോഫിറ്റും 78% വർദ്ധിച്ചു. 139 കോടിയിൽ നിന്നും 248 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നത്. അതേസമയം റവന്യൂ 15% ഇടിഞ്ഞ് 996 കോടിയിൽ നിന്നും 1,848 കോടിയിലേക്കെത്തി. നസാര ടെക്നോളജിയുടെ പ്രോഫിറ്റിൽ 52% ഇടിവ് വന്നു. 29 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 13 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ റവന്യൂ 66% വർദ്ധിച്ച് 320 കോടിയിൽ നിന്നും 534 കോടിയിലേക്കെത്തി. ദീപക് നൈട്രേറ്റിൻ്റെ പ്രോഫിറ്റ് 51% ഇടിഞ്ഞത്. 202 കോടിയിൽ നിന്നും 98 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. റവന്യൂ 5% ഇടിഞ്ഞ് 2,000 കോടിയിൽ നിന്നും 1,903 കോടിയിലേക്കെത്തി. ആൾകാർഗോ ലോജിസ്റ്റിക്സിൻ്റെ പ്രോഫിറ്റ് 11% ഇടിഞ്ഞ് 10 കോടിയിൽ നിന്നും 9.7 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 27% ഉയർന്ന് 3,211 കോടിയിൽ നിന്നും 4,105 കോടിയിലേക്കെത്തി. മണപ്പുറം ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 5.8% വർദ്ധിച്ച് 428 കോടിയിൽ നിന്നും 483 കോടിയിലേക്കെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 13% വർദ്ധിച്ച് 1,021 കോടിയിൽ നിന്നും 1,160 കോടിയിലേക്കെത്തി. ടിറ്റാഗാർ റെയിൽ സിസ്റ്റത്തിൻ്റെ പ്രോഫിറ്റ് 16% ഇടിഞ്ഞ് 74 കോടിയിൽ നിന്നും 62 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 5% ഇടിഞ്ഞ് 984 കോടിയിൽ നിന്നും 902 കോടിയിലേക്കെത്തി. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി ഫോക്കസ് ചെയ്യാം. ഒന്നാമത്തേത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ്. ടാറ്റ കൺസൾട്ടൻസി UPM എന്ന കമ്പനിക്ക് എൻഡ് ടു എൻഡ് ഡിജിറ്റൽ IT ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അൾട്രാടെക് സിമെൻറ്റ് അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയാണ്. തമിഴ്നാട്ടിലെ കരൂരിലുള്ള കമ്പനിയുടെ ഗ്രൈൻഡിംഗ് കപ്പാസിറ്റി 0.6 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിൽ ഉയർത്തി കമ്പനിയുടെ ടോട്ടൽ ഗ്രൈൻഡിംഗ് കപ്പാസിറ്റി 3.30 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഡൊമസ്റ്റിക് ഗ്രേ സിമെൻറ്റ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 166.91 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് ഉയർത്തുകയും കമ്പനിയുടെ ഗ്ലോബൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 172.31 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇനി ഫണ്ട് റൈസിംഗ് പോയിന്റ് ഓഫ് വ്യൂവും ചില സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് 1,500 കോടി രൂപയുടെ ഫണ്ട് റൈറ്റ് ഇഷ്യൂ വഴി ചെയ്യുന്നുണ്ട്. പിരാമിൽ എൻ്റർപ്രൈസസ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴി 75 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡ QIP വഴി 8,500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. മണപ്പുറം ഫിനാൻസ് എന്ന കമ്പനിയും ഗ്ലോബൽ മീഡിയം നോട്ട് പ്രോഗ്രാം വഴി $2 ബില്യൺ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.